we have discussed about comparative graph and how to write the structure of it, and on what all vocabs we can use to write in a compare graph. So in today's session, we'll be discussing about table data selection in 3 easy steps. So for IELTS Writing Task 1. So let's move on to it. Myself, Anisha. So this is a question and we'll be discussing this question and how to write it and how to select the data accordingly. As of we have to divide the data and we have to mention it in 2 paragraphs. So it's a detailed, in this question it is a detailed, so many details are given. So we'll be discussing within 3 paragraphs. 3 paragraphs ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ് ഓഫ് ഹൗ യു ക്യാൻ റൈറ്റ്. സോ നിങ്ങൾക്ക് മാക്സിമം ഒരു 2 പാരഗ്രാഫ്സിനുള്ളിൽ കൺക്ലൂഡ് ചെയ്ത് എഴുതാം. നമ്മളിപ്പം ഇതിൽ നമ്മൾ 3 പാരഗ്രാഫ്സ് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് എങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി എങ്ങനെ എഴുതാമെന്നുള്ളത്, ഏതൊക്കെ സെൻറ്റൻസ് യൂസ് ചെയ്ത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ the question is, the table below gives information about changes in modes of travel in England between 1985 and 2000. So 1985 and 2000 ഉള്ള എന്താണ് ഇംഗ്ലണ്ടിലെ ഒരു ചേഞ്ചസ് ഇൻ മോഡ് ഓഫ് ട്രാവൽ ആണ് നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഇറ്റ് ഈസ് ഗിവൺ, എന്താണ് ഇതിൽ തന്നിരിക്കുന്നത്? 1985-ലും 2000-ലും average distance in miles traveled per person per year by mode of travel. ഏത് മോഡ് ഓഫ് ട്രാവൽ ആണ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ഫുഡിൻ്റെ 1985-ൽ 255 ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് അപ്പം പേഴ്സൺ ആണ് നമ്മൾ പറയേണ്ടത്, അല്ല, ആവറേജ് ഡിസ്റ്റൻസ് ആണ്. ആവറേജ് ഡിസ്റ്റൻസ് ഇൻ മൈൽസ് ട്രാവൽ പെർ പേഴ്സൺ പെർ ഇയർ. ഒരു വർഷം ഒരാൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, ആവറേജ് ഡിസ്റ്റൻസ് കവർ ചെയ്തു ബൈ ഫുഡ് അല്ലെങ്കിൽ ബൈ ബൈസൈക്കിൾ, കാർ ഓർ യൂസിങ് ലോക്കൽ ബസ് അല്ലെങ്കിൽ ട്രാവലിംഗ് ഇൻ ലോക്കൽ ബസ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ബസ്സസ് അല്ലെങ്കിൽ ട്രെയിൻ, ടാക്സി, അതർ. സോ അതർ എന്നുള്ളത് എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതാണ്. പല വേറെ വെഹിക്കിൾസ് കാണും. അതർ ദാൻ ദ ഓൾറെഡി എബോവ് മെൻഷൻഡ് ട്രാൻസ്പോർട്ടിന് പകരമായിട്ട് വേറെ കുറേ ഇൻഫർമേഷൻസ് കാണും. അത് 1 to 2 അല്ലെങ്കിൽ 3, 4 അങ്ങനെ ചുരുക്കം ഫ്യൂ ആയിരിക്കും ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന അതേഴ്സിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യും. സോ അതർ നമുക്ക് മെയിനായിട്ട് മെൻഷൻ ചെയ്യണമെന്നില്ല. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടേബിളാണ് അല്ലെങ്കിൽ കുറേ ഇൻഫോർമേഷൻ ഉള്ള ടേബിളാണ് തന്നിരിക്കുന്നതെങ്കിൽ യു ക്യാൻ അവോയ്ഡ് അതർ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് എന്തൊക്കെയാണോ മെയിൻ ഫീച്ചേഴ്സ് അത് നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ ഓൾ മോഡ്സിൻ്റേത് ഓവറോളായിട്ട് നമുക്ക് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ഇറ്റ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, 4 പാരഗ്രാഫ്സ് ആയിട്ടാണ് നമുക്ക് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. ദ സെക്കൻഡ് വൺ എന്താണ്, ബോഡി പാരഗ്രാഫ് 1, ദെൻ ബോഡി പാരഗ്രാഫ് 2, and last it is the overall or overview. You can mention overview after introduction. So introduction paragraph കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് overview എഴുതാം, അല്ലെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് എഴുതാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ക്വസ്റ്റ്യൻ മാത്രം റീഫ്രേസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാം, ടേബിളിനാണെങ്കിൽ നമുക്ക് ഡേറ്റ പ്രസൻറ്റഡ് ഇൻ ദ ടേബിൾ എന്ന് പറയാം. ബിക്കോസ് ടേബിൾ ഗിവ്സ് ഇൻഫർമേഷൻ അല്ലേ, അത് നമുക്ക് എങ്ങനെ എഴുതാം, തിരിച്ചെഴുതാം. ദ ഡേറ്റ പ്രസൻറ്റഡ് ഇൻ ദ ടേബിൾ ഇലുസ്ട്രേറ്റ് എന്താണ് ഡേറ്റ എന്നുള്ളത്. അപ്പം ഇൻഫർമേഷൻ അബൌട്ട് എന്തിൻ്റെ ഇൻഫർമേഷൻ ആണെന്നുള്ളതാണ് ചേഞ്ചസ് ഇൻ മോഡ്സ് ഓഫ് ട്രാവൽ ഇൻ ഇംഗ്ലണ്ട്. അപ്പം മോഡ്സ് ഓഫ് ട്രാവലിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ട്രാൻസ്പോർട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ യു ക്യാൻ യൂസ് ട്രാൻസ്പോർട്ട് instead of travel. If the table below gives information എന്നുള്ളതാണ് നമ്മൾ എന്താക്കിയത്, the data presented in the table എന്നാക്കിയത്. illustrate എന്നുള്ളത് എന്താണ്, gives information എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ the data presented in the table illustrate അല്ലെങ്കിൽ depicts യൂസ് ചെയ്യാം. ഓക്കെ, ഡെപിക്സ് എന്താണ്, ചേഞ്ചസ് എന്നുള്ളത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ചേഞ്ചസ് ആണ് പറയുന്നത്. ചേഞ്ചസ് ഇൻ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ മോഡ്സ് ഓഫ് ട്രാവലിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് യൂസ് ചെയ്യാം.
ബിറ്റ്വീൻ എന്ന് വരുമ്പം നമ്മൾ എന്താണ് ബിറ്റ്വീൻ ആൻഡ് ആണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ ബിറ്റ്വീനും ആൻഡും വന്നാൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഫ്രം ആൻഡ് ടു നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ബിറ്റ്വീൻ ആൻഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഫ്രം ആൻഡ് ടു യൂസ് ചെയ്യാം. ഇപ്പം ഫ്രം ആൻഡ് ടു ആണ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ബിറ്റ്വീൻ ആൻഡ്. ഓക്കെ, ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഏതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ്, അപ്പം ആൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രം എന്ന് പറഞ്ഞാൽ ഇന്ന വർഷം തൊട്ട് ഏത് വർഷം വരെ, അപ്പം ടു ഏതാണ്? 2000. ഓക്കെ, നമ്മൾ ഫ്രം ആൻഡ് ടു നമ്മൾ യൂസ് ചെയ്ത് ബിറ്റ്വീൻ ആൻഡ് വന്നുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. So the table below gives information എന്നുള്ളത് the data presented in the table illustrates changes in modes of travel എന്നുള്ളത് നമുക്ക് എന്താക്കി? in means of transport in England. ഇംഗ്ലണ്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇത് UK എന്ന് വേണമെങ്കിൽ എഴുതാം. ബിറ്റ്വീൻ മാറ്റി ഫ്രം 1985 to 2000 എന്നാക്കി. ഓക്കെ, I think this is clear for you. Let's move on to the overview. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓവർവ്യൂ നമുക്ക് അല്ലെങ്കിൽ ഓവറോൾ പാരഗ്രാഫ് ഏതിൽ എഴുതാം? ആഫ്റ്റർ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ്, ദാറ്റ് ഈസ് ആഫ്റ്റർ ബോഡി പാരഗ്രാഫ് 2. അപ്പോൾ ബോഡി പാരഗ്രാഫ് 2 കഴിഞ്ഞിട്ടാണെങ്കിലും എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കഴിഞ്ഞിട്ടാണെങ്കിലും എഴുതാം. സോ ആഫ്റ്റർ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വി ആർ റൈറ്റിംഗ് ദ ഓവർവ്യൂ. ആസ് ഓഫ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ എന്ത് എഴുതുന്നത്? എന്താണോ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓവർവ്യൂ അല്ലെങ്കിൽ ഓവറോളിനകത്ത് കൺക്ലൂഡ് ചെയ്ത് എഴുതുന്നത്. You can say in the question that എന്താണ് all modsൻ്റെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? I think you can see it 4740 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 1985 all mods. ആവറേജ് all mods ആണോ? അല്ല, ആവറേജ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ മോഡ് ഓഫ് ട്രാവൽ. ഓക്കെ, ദ മീൻസ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് while 2000 എന്തായി? ഇറ്റ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഒരു ഇൻക്രീസിങ് ആണ്. ആവറേജ് ഡിസ്റ്റൻസ് പെർ പേഴ്സൺ ട്രാവൽ ചെയ്യുന്ന പെർ ഇയർ ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ? 4000 നിന്നും എത്രലോട്ടായി ഇത്? 6475 ആയി. സോ ഒരു ഇൻക്രീസ് ആണ് അവിടെ വരുന്നത്. സോ യു ക്യാൻ മെൻഷൻ ഓൾ മോഡ്സിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് നമുക്ക് മെൻഷൻ ചെയ്യാം. ഹൗ യു ക്യാൻ മെൻഷൻ ഇറ്റ്? ഓവറോൾ ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽ പെർ പേഴ്സൺ. അപ്പോൾ ആവറേജ് ഡിസ്റ്റൻസ് ആണല്ലോ, നമുക്കത് തന്നെ എഴുതാം. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ പേഴ്സൺ ഇൻക്രീസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഡ്യൂറിങ് ദിസ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു സർട്ടൻ പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്യൂറിങ് ദിസ് പീരീഡ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് ഏതാണ് കൂടുതൽ വന്നിരിക്കുന്നത്? കാസാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം കാസാണ് നമ്മുടെ ഏതാണ് മോർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യു ക്യാൻ സി ഓവറോൾ ആയിട്ട് നമ്മൾ ടേബിൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ് കൂടുതൽ നിൽക്കുന്നത്. 4 ഡിജിറ്റ് നമ്പേഴ്സാണ് ഏതിൽ വന്നിരിക്കുന്നത്? കാറിൽ വന്നിരിക്കുന്നത്. അത് ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് ദ ലാറ്റർ ഇയർ ആണെങ്കിലും ഏത് തന്നെയാണ്? കാസ് തന്നെയാണ് നിൽക്കുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് കാസ് വെ ഫാർ മോർ ഫ്രീക്വൻ്റ്ലി ദാൻ അതർ ഫോംസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ബോത്ത് ഇയേഴ്സ്. അപ്പം 2 വർഷം കാസാണ് മോസ്റ്റ്ലി യൂസ് ചെയ്തത്, ആവറേജ് ഡിസ്റ്റൻസ് കവർ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓൾ മോഡ്സിൻ്റേത് എന്താണ് ഉണ്ടായതെന്നും പിന്നെ ഏതാണ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് ട്രാവൽ ചെയ്തത് പെർ പേഴ്സൺ പെർ ഇയറിൽ ആവറേജ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് വെഹിക്കിൾ ഏതാണ്? കാറാണ്. അപ്പോൾ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. സോ ഓവർവ്യൂ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഗുഡ് ആഫ്റ്റർനൂൺ അഖില. So let's move on to the body paragraph 1. അപ്പോൾ ബോഡി പാരഗ്രാഫ് 1-നകത്ത് നമ്മൾ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഡേറ്റ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്നുള്ളതാണ് ദ സെക്കൻഡ് തിങ് യു ഹാവ് ടു ഡു. അപ്പോൾ ഇൻട്രൊഡക്ടറി ആൻഡ് ഓവറോൾ പാരഗ്രാഫ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡീറ്റെയിൽ ദ ബോഡി പാരഗ്രാഫ്സ് ആൻഡ് യു ഹാവ് ടു ഡിവൈഡ് ദ ഡേറ്റ ഇൻ ടു 2. ആസ് ഓഫ് നമുക്ക് കണ്ടാൽ അറിയാം ഇതിലെന്താണ് വരുന്നത്? ടേബിളിൻ്റെ ആണ്. 2 ഇയേഴ്സിനെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഒന്നെങ്കിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആണ് ഇതിൽ വരുന്നത്. ഇൻക്രീസ്, ഡിക്രീസ്. അപ്പം നമുക്ക് അത് ആദ്യമേ ഒന്ന് നോക്കാം. സോ യു ക്യാൻ സീ ഇൻ ദ ടേബിൾ ദാറ്റ് ഫുഡിൻ്റെ എന്താണ് ചെയ്തത്? അത് ഡിക്രീസ് ആണ് ചെയ്തത്. വൺ കേസ് ഓഫ് ബൈസൈക്കിളും അത് ഡിക്രീസ് ചെയ്തു. ഇൻ ദ കേസ് ഓഫ് കാർ എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് കവർ ചെയ്തത് എന്താണ്? ഇൻക്രീസ് ആയി. ലോക്കൽ ബസ്സിൻ്റെയും എന്ത് ചെയ്തുന്നുണ്ട്? ഡിക്രീസ് ആണ് ആയത്.
ലോക്കൽ ഡിസ്റ്റൻസ് ബസ്സിൻ്റെ എന്തായി ഇൻക്രീസ് ആയി. ആൻഡ് ഫോർ ട്രെയിൻ എന്താണ് ഇൻക്രീസ് ആണ് ആയത്. ഓക്കെ, ടാക്സിയുടെയും ഇൻക്രീസ് ആണ്, അതേഴ്സിൻ്റെയും എന്താണ് ഇൻക്രീസ് ആണ് ആയത്. അതറിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒമിറ്റ് ചെയ്യാം. ആസ് ഓഫ് ഇൻ അതർ എല്ലാ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ കുറേ നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് 1 or 2 അത്രയൊക്കെ വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഹോൾ ഡേറ്റ നമ്മൾ ടോട്ടലാക്കിയിട്ടാണ് ഈ അതറിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. സോ നിങ്ങളുടെ വോട്ട് കൗണ്ട് എക്സീഡ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള മെയിനായിട്ടുള്ളത് സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കുന്ന കുറേ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. സോ ഇതിൽ നിങ്ങൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസേജ് അല്ല, ആവറേജ് ഡിസ്റ്റൻസ് ഇൻ മൈൽസ് ആണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോഡി പാരഗ്രാഫ് 1 നമുക്ക് എന്ത് ആദ്യം മെൻഷൻ ചെയ്യാം, ഇൻക്രീസ് അല്ലെങ്കിൽ ഇപ്പം ഇൻക്രീസ് ആയതാണല്ലോ നമ്മൾ പറയുന്നത്. ഇൻക്രീസ് ആയതും ഡിക്രീസ് ആയതും നമ്മളിപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തു. ഇനി ഇൻക്രീസ് ആയതെല്ലാം ഒരു ഫസ്റ്റ് പാരഗ്രാഫിനകത്തും ഡിക്രീസ് ആയത് സെക്കൻഡ് പാരഗ്രാഫിനകത്തും ആക്കാം. So in the first paragraph we can see that കാസിൻ്റെ എന്തായി ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് കാസിൽ വന്നിരിക്കുന്നത്. 3,199 നിന്നും 4,806, ഒരു 5,000 നിയർലി 5,000 ആയി ഇല്ലേ ആവറേജ് ഡിസ്റ്റൻസ് കവർ ചെയ്തത് പെർ പേഴ്സൺ പെർ ഇയർ. ഓക്കെ, അപ്പം ഇൻ 1985 അപ്പം നമ്മൾ ആദ്യം എന്താണ് ഫസ്റ്റ് ഇയറിനെ മെൻഷൻ ചെയ്യുക, അതോട് എങ്ങനെ ചേഞ്ച് ആയി 2000. അപ്പം നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്, കണക്ട് ചെയ്ത് കമ്പയർ ചെയ്യുന്നതെന്നുള്ള കുറേ വേർഡ്സും കൂടാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. So when you look into the first sentence, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിനകത്ത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാകും, in 1985 people in England travelled an average of 4,740 miles using all modes of transport. അപ്പോൾ നമ്മൾ ടോട്ടലിൻ്റെ ആണ് ഇവിടെ പറയുന്നത്. ടോട്ടലിൻ്റെ ആണ് ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഓൾ മോഡ്സിൻ്റെത് എന്തായി ഇൻക്രീസ് ആണോ ഡിക്രീസ് ആയി ഓവർവ്യൂവിനകത്ത് എഴുതിയാലും നമുക്ക് ഇതിൻ്റെ അകത്തും മെൻഷൻ ചെയ്യാം, ബിക്കോസ് ഇതിൻ്റെ അകത്തുള്ള ടേബിളിനകത്തുള്ള ഒരു ഇൻഫർമേഷൻ ആണത്. ഓക്കെ, അപ്പം in 1985 people in England travelled an average of 4,740 miles ട്രാവൽ ചെയ്തു യൂസിങ് ഓൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വിച്ച് ഇൻക്രീസ്ഡ്. ഈ വിച്ച് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് ഓഫ് അല്ലെങ്കിൽ ആവറേജ് മൈൽസ് യൂസിങ് ഓൾ മോഡ്സ് എന്നുള്ള മീനിങ് ആണ് ഏത് വരുന്നത്, വിച്ച് എന്നുള്ളത് യൂസ് ചെയ്തേക്കുന്നത്. ഈ വിച്ചിൻ്റെ ആ ഒരു പിന്നെയും നമുക്ക് റിപ്പറ്റേറ്റീവായിട്ട് വൈൽ ഇൻ ദ കേസ് ഓഫ് 2000 ദ ആവറേജ് മൈൽസ് കവേർഡ് വാസ് 6,475 എന്ന് പിന്നെയും റൈറ്റ് ഡൗൺ ചെയ്യാതെ വിച്ച് ഇൻക്രീസ്, അത് ഇൻക്രീസ് ആയി. ഈ അതെന്ന് പറയുന്നത് ഏതാണ്, ആവറേജ് മൈൽസ് ഓൾ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കവർ ചെയ്ത് അല്ലെങ്കിൽ മോഡ്സ് ഓഫ് പെർ പേഴ്സൺ കവർ ചെയ്ത് ആ ഒരു ഡിസ്റ്റൻസ് ആണ് വിച്ച് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം, വിച്ച് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ്. ഇപ്പോൾ ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി, അപ്പം സിഗ്നിഫിക്കൻ്റ്ലി അല്ലെ റിമാർക്കബിളി എന്ന് പറയാം, ബിക്കോസ് ഒരു 1,000 അബോ അല്ലെങ്കിൽ മോർ ദാൻ 1,000 ആണ് നമ്മുടെ എന്ത് വന്നിരിക്കുന്നത്, ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വിച്ച് ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി അല്ലെങ്കിൽ വിച്ച് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ് ടു എത്രലായി, ബൈ എന്ന് പറയുമ്പം എത്ര മാത്രം ഡിഫറൻസ് ആണ്, ബൈ എന്ന് പറയുന്നത് ഡിഫറൻസ് മെൻഷൻ ചെയ്യാനാണ്, വൈൽ ടു എന്ന് പറയുന്നത് എന്താണ്, എത്ര റീച്ചായി. ഓക്കെ, അതിൻ്റെ നമുക്ക് പറയുന്നുണ്ട് എത്രയാണ് റീച്ച് ആയത്, 6,475 ആണ്. ടു എന്താണ് 6,475 മൈൽസ് ഇൻ ഏത് ഇയറാണ് 2000. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഗുഡ് ആഫ്റ്റർനൂൺ ബെഞ്ചമിൻ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കാസിൻ്റെ ആണ് പറയുന്നത്. കാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിഗ്നിഫിക്കൻ്റ്ലി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഓൾ മോഡ്സിൻ്റെ ആണ്, ഫുള്ളായിട്ടുള്ള ടോട്ടൽ മോഡ്സിൻ്റെ ഒരു കാൽക്കുലേഷനാണ്, ആവറേജ് ഡിസ്റ്റൻസ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. അതെന്തായി ഇൻക്രീസ് ആയെന്ന് പറഞ്ഞു. പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന ഏതാണ്, കാസിൻ്റെ ആണ്. കാസിൻ്റെ എന്താണ് 3,199 നിന്നും 4,806 സോറി നമ്മൾ ആദ്യം പറഞ്ഞത് എത്രയായിരുന്നു, 4,740 നിന്നും 6,475 ഓക്കെ, അപ്പോൾ ഒരു മോർ ദാൻ 2,000 ആയിട്ടുള്ള ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. വൈൽ ഇൻ ദ കേസ് ഓഫ് കാസ് ആണ് 1,000 നിയർ ടു 1,000 അല്ലെങ്കിൽ എബവ് 1,000 നിന്ന് വന്നിരിക്കുന്ന ഡിഫറൻസ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം, കാർ ട്രാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാവൽ ബൈ കാർ. ഓക്കെ,
was by far the most common means of transport in both years. അപ്പോൾ 2 വർഷം എന്താണ് commonly used ആയിട്ടുള്ള വെഹിക്കിളാണ് ഏതെന്ന് പറയുന്നത് കാറ്. അത് മോസ്റ്റ് അപ്പം എന്താണ് കോമൺലി യൂസ്ഡ് വെഹിക്കിൾ ആകുമ്പം എന്താണ് ആവറേജ് ഡിസ്റ്റൻസ് മോർ ഡിസ്റ്റൻസ് ആണ് അല്ല മൈൽസ് ആണ് കവർ ചെയ്തിരിക്കുന്നത് ഇൻ ബോത്ത് ഇയേഴ്സ് വിത്ത് ആൻ ആവറേജ് ഓഫ് 3,199 miles per person in 1985 and 4,806 miles in 2000. You can write in another ways. അപ്പം നമ്മൾ ഇപ്പം റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? With an average of 3,199 miles per person, 3,199 miles and 4,806 miles per person in 1985 and in 2000 respectively. എന്ന് പറഞ്ഞാൽ 3,199 miles ആണ് 1985-ൻ്റെയും 4,806 ആണ് 2000 എന്ന് പറയുന്ന ഇയറിൻ്റെതും. ഓക്കെ, അതിനാണ് നമ്മൾ റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത്. While you are using it respectively, you have to write it in the order. ഇപ്പം 2000-ൻ്റെ ആണ് കൊണ്ടുപോയി ആദ്യം എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് മാച്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ മാച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ 4,806 നമ്മൾ ആദ്യം കൊണ്ടെഴുതിയിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇയർ മെൻഷൻ ചെയ്യുന്നത് 1985 ആണെങ്കിൽ 1985-ൻ്റെ ആകും ഏതെന്ന് പറയുന്നത് 4,800. So you have to write it in the order itself. Okay, 3,190 and 4,806 miles in 1985 and 2000 respectively. Okay, അപ്പം 3,100 1985, 4,806 2000. Okay, അപ്പം നമുക്ക് ഇങ്ങനെയാണെങ്കിലും you can write it. ഓക്കെ, അപ്പോൾ ബോഡി പാരഗ്രാഫ് 2 നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വെക്കുന്നു. സോ ഇത് നമ്മൾ ഇച്ചിരൂടെ എന്താണ് ഒന്നുകൂടെ കട്ട് ഡൗൺ ചെയ്തതാണ്. മൂന്ന് പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇൻ ദിസ് പാരഗ്രാഫ് ഇറ്റ് സെൽഫ് യു ക്യാൻ റൈറ്റ് ഡൗൺ ദ അതർ ഇൻക്രീസ്ഡ് ഫാക്ടേഴ്സ്. അകത്തായിട്ടുള്ള ഇൻക്രീസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസിൻ്റെതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ബോഡിയിൽ തന്നെ റൈറ്റ് ഡൗൺ ചെയ്യാം. സെക്കൻഡ് ബോഡിയിലാണ് നമുക്ക് ഏതൊക്കെ റൈറ്റ് ഡൗൺ ചെയ്യാം? ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ബൈസൈക്കിൾ, ദെൻ വാട്ട്, ലോക്കൽ ബസ്. ഇത് മൂന്നെണ്ണത്തിൻ്റെതും എവിടെ മെൻഷൻ ചെയ്യാം? ഡിക്രീസ്ഡിൻ്റെ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ ബോഡി പാരഗ്രാഫ് 2 എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെയാണ്, നമുക്കതിൽ തന്നെ ഇതിനകത്ത് എഴുതാം. പക്ഷേ ഒത്തിരി ഇൻക്രീസും ഡിക്രീസും എന്ന് പറയുന്നത് ഒരേ പ്രൊപ്പോർഷനിലല്ല, ഇൻക്രീസ് ആയതാണ് കൂടുതലുള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണത്തിന് ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിനകത്തോട്ട് രണ്ട് വെഹിക്കിൾസിൻ്റേത് കാര്യങ്ങൾ സെക്കൻഡ് പാരഗ്രാഫിനകത്തോട്ട് റൈറ്റ് ഡൗൺ ചെയ്യാം. സിമിലർ ആയിട്ടിരിക്കാം. നമ്മുടെ ബോഡി പാരഗ്രാഫ്സ് സിമിലർ ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ഒരു ബോഡി പാരഗ്രാഫ് ഒത്തിരിയും ഒരു ബോഡി പാരഗ്രാഫ് ഇച്ചിരിയും കൂടെ ഇരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് പോയിൻറ്റ്സ് എന്ത് ചെയ്യാം, പാരഗ്രാഫ് 2-നകത്ത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. സോ ഇൻ ദ ബോഡി പാരഗ്രാഫ് 2 or in the balance of 1 itself, എന്താണ് ഇതും ഇൻക്രീസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ട്രെയിൻ ട്രാവൽ ഇൻക്രീസ്ഡ് ടു 366 miles per person. പേഴ്സൻ്റെയാണ് മെൻഷൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പെർ പേഴ്സൺ എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ട്രെയിൻ ട്രാവൽ അപ്പം യു ക്യാൻ സീ ദ ടേബിൾ. ട്രെയിൻ ട്രാവലിൻ്റെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, പെർ പേഴ്സണിൽ 366 ആയല്ലോ. ഇവിടെ നിന്നാണ് 289-ൽ നിന്നും 366 ആയി. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഇൻക്രീസ് ടു 366 miles per person in 2000, making it the third most used mode of transport that year. So you can ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വേർഡ് കൗണ്ട് കൂടും. ഇഫ് ദ വേർഡ് കൗണ്ട് ഈസ് നോട്ട് ദാറ്റ് മച്ച്, അപ്പം നമ്മുടെ വേർഡ് കൗണ്ട് അത്രയും എത്തിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്, എന്തായി എന്നുള്ളത്. അപ്പോൾ എന്താണ് മൂന്നാമത്തെ യൂസ്ഡ് മോഡ് ഓഫ്, അപ്പം കോമൺലി യൂസ്ഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ തേർഡ് റാങ്കിലാണ് ഏതായിരിക്കുന്നത്, ട്രെയിനിന് ഇരിക്കുന്നത്. മീൻ വൈൽ, അപ്പോൾ കണക്ട് ചെയ്യാൻ മീൻ വൈൽ, വെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. മീൻ വൈൽ ട്രാവൽ ബൈ ലോങ് ഡിസ്റ്റൻസ് ബസ് ആൻഡ് ടാക്സി ഓൾസോ ഗ്രൂ. അപ്പം നമ്മൾ എന്ത് പറയുകയാണ്, 2000-ൽ എന്തായി, അതും ഗ്രൂ ആയെന്ന് നമ്മൾ ഒരുമിച്ച് പറയുകയാണ്. നമുക്ക് ഒത്തിരി
വേർഡ് കൗണ്ട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് തന്നെ സിമിലർ ആയിട്ടുള്ള ട്രെൻഡ്സിനെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് തന്നെ പറയാൻ നമ്മൾ നോക്കണം. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ബസ്സിൻ്റെയും ടാക്സിയുടെയും നമ്മൾ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കി പറയാണ്. ട്രാവൽ ബൈ ലോങ് ഡിസ്റ്റൻസ് ബസ് ആൻഡ് ടാക്സി ഓൾസോ ഗ്രൂ although they remained among the least used form of transport in 2000. 2000-ലെ ഏറ്റവും കുറവ് യൂസ് ചെയ്തതാണ് ഏത്, ടാക്സിയും അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ്. കണ്ടോ, 2 ഡിജിറ്റ് ആയിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ്, ബാക്കി ഇൻക്രീസ്, ട്രെയിനും ടാക്സിയും എന്താണ്, കുറവാണ്. നോക്കിയോ, അതിനകത്തിൽ ഇൻക്രീസ് അതിനകത്ത് ഏറ്റവും കുറവല്ലേ 289-ഉം, അത് 30 ആണ് ഏറ്റവും കുറവ്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്തിട്ട് പറയാം. ഇത് ഇൻക്രീസ് ആയെങ്കിലും ഈ രണ്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് എന്തിരിക്കുന്നത്, ലീസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് ട്രാൻസ്പോർട്ടായിട്ട് ഇരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഓൾദോ ദേ റിമൈൻഡ് എമംഗ് ദ ലീസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ 2000. അപ്പം നമുക്ക് ആ ഒരു മൈൽസ് എത്രയാണ് കവർ ചെയ്യുക, ആവറേജ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താണ് റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്ത് എഴുതാം. വിത്ത് ഓൺലി 124 മൈൽസ് ആൻഡ് 42 മൈൽസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഏതിൻ്റെയാണ് 124 മൈൽസ് എന്ന് പറയുന്നത്, ലോങ് ഡിസ്റ്റൻസ് ബസ്സിൻ്റെയും ടാക്സിയുടെയാണ് 42 മൈൽസ് എന്ന് വരുന്നത്. അതാണ് റെസ്പെക്റ്റീവ്ലി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് രണ്ട് ഇൻഫോർമേഷൻസ് ഒരേ സെൻറ്റൻസിൽ എഴുതുകയാണെങ്കിൽ നമ്മളെപ്പോഴും എന്ത് യൂസ് ചെയ്യണം, ഓർഡറിൽ തന്നെ എഴുതണം, അതുപോലെ തന്നെ റെസ്പെക്റ്റീവ്ലി യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാരഗ്രാഫ് 1-ൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മളിവിടെ പറയുന്നത് ഇൻക്രീസ് ചെയ്തേണ്ടത്. ഓക്കെ, ഇതിൻ്റെ അകത്തിലെ രണ്ട് സെൻറ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോഡി പാരഗ്രാഫ് 2-നകത്തോട്ട് ചേർക്കാം. ബിക്കോസ് എന്താണ്, സിമിലർ ആയിട്ട് നമ്മുടെ ബോഡി പാരഗ്രാഫ്സ് അപ്പിയർ ചെയ്യാൻ. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് പാരഗ്രാഫ്. ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, which is second paragraph itself. I just divided it into 3. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് 1 പറയുന്നത്. 2 എന്ന് പറയുന്നത് ഇൻക്രീസ് ആയത് എന്താണ്, ഇൻക്രീസ് ആയെങ്കിലും മിനിമൽ അല്ലെങ്കിൽ ലീസ്റ്റ് യൂസ്ഡ് ട്രാൻസ്പോർട്ടായിട്ടാണ് ഇരുന്നത്. സെക്കൻഡ്, അപ്പം ലാസ്റ്റ് പാരഗ്രാഫിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എന്ത്, നമ്മുടെ ഡിക്രീസ് ആയത്. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ആയിട്ട് നമ്മൾ ആവറേജ് ഡിസ്റ്റൻസ് ഇച്ചിരി ഉള്ളതാണ് നമ്മൾ, അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് 1985-ലെക്കാട്ടിലും കുറഞ്ഞതാണ് നമ്മളെവിടെ പറയുന്നത്, ബോഡി പാരഗ്രാഫ് 2-ൽ പറയുന്നത്. ഹൗവർ ട്രാവൽ ബൈ ലോക്കൽ ബസ്, കണ്ടോ, ട്രാവൽ ബൈ ലോക്കൽ ബസ് ഷോഡ് എ സബ്സ്റ്റാൻഷ്യൽ ഡിക്രീസ്. കണ്ടോ, അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്, സബ്സ്റ്റാൻഷ്യൽ ഡിക്രീസ് ആണ് അവിടെ ഉണ്ടായത്. ഓക്കെ, അപ്പം ട്രാവൽ ബൈ ലോക്കൽ ബസ്സിൻ്റെ എന്താണ് ഒരു ഡിക്രീസാണ് നമ്മൾ പറഞ്ഞു. ലോക്കൽ ബസ്സിൻ്റെ നോക്കിക്കോ, 429-ൽ നിന്നും 200, ഓൾമോസ്റ്റ് 200 ആയിട്ടുള്ള മൈൽസ് എന്ത് ചെയ്തു, കുറവായി. അപ്പോൾ നമുക്ക് പറയാം സബ്സ്റ്റാൻഷ്യൽ ഡിക്രീസ് വിത്ത് ആൻ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഓൺലി 274 മൈൽസ് ഇൻ 2000 കമ്പയർഡ് ടു. അപ്പം നമ്മൾ അവിടെ കമ്പയർ ചെയ്യാണ്, 2 വർഷത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറേ കണക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഇപ്പം കമ്പയർഡ് ടു, ഇൻ ദ പ്രീവിയസ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ്. ഓക്കെ, ഓൾദോ ദേ റിമൈൻഡ് വിത്ത് ഓൺലി വിച്ച് ഇൻക്രീസ് നമ്മൾ പറഞ്ഞു, വിത്ത് ആൻ ഇൻക്രീസ്. ഓക്കെ, വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വിത്ത് ആൻ ആവറേജ് ഓഫ് മൈൽസ്. In this one we wrote it also grew remained. ഓക്കെ, കമ്പയർഡ് ആണ് നമ്മൾ പറഞ്ഞത്, കമ്പയർഡ് ടു. ഓക്കെ, കമ്പയർഡ് ടു നമ്മൾ എന്താണ് അതേ മെൻഷൻ തന്നെ പിന്നെയും മെൻഷൻ ചെയ്യണോ, ട്രാവൽ ബൈ ലോക്കൽ ബസ് ഇൻ 1985 429 ആണ് അല്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് ജസ്റ്റ് കമ്പയർഡ് ടു 429 മൈൽസ് ഇൻ 1985 എന്ന് മാത്രം എഴുതിയാൽ മതി. ബിക്കോസ് നമുക്ക് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഡേറ്റയെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ട്രാവൽ ബൈ കാറ് 2000-ൽ ഇത്രയും കുറഞ്ഞു, അത് ഏതിന് വെച്ചിട്ട് കമ്പയർഡ് ടു 4200 മൈൽസ് in 1985. അപ്പോൾ കമ്പയർ ടു ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്ത കണക്റ്റീവ്. ഓക്കെ, ദ ആവറേജ് ഡിസ്റ്റൻസസ് പീപ്പിൾ വാക്ക്ഡ് ആൻഡ് സൈക്കിൾഡ്. ഈ വാക്ക്ഡ് ആൻഡ് സൈക്കിൾഡ് ആണ് എന്ത്, ബൈ ഫുട്ട് ആൻഡ് ബൈസൈക്കിൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തേക്കുകയാണ്, ഒരു സെൻറ്റൻസ് സ്ട്രക്ചറായിട്ട് മാറ്റിയിട്ട് അതിന് സെൻറ്റൻസ് എന്ത് ചെയ്താണ്, വാക്ക് ചെയ്ത്. ഫുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വാക്ക് ചെയ്യുന്നതാണ്. ബൈസൈക്കിൾ എന്ന് പറയുമ്പോൾ സൈക്കിൾ ചെയ്തതാണ്. ഓക്കെ, സൈക്കിൾഡും വാക്ക്ഡും എന്നാക്കി. ഓക്കെ, cycled and walked also fell. അപ്പം അതും എന്ത് ചെയ്തു, ഫെൽ. അപ്പോൾ ഡിക്രീസിന് വരെ നമുക്ക് ഫെൽ എന്നുള്ളതും യൂസ് ചെയ്യാം. അപ്പം എപ്പോഴും ഡിക്രീസ് എന്ന് പറയാതെ ഫെൽ പറയാം, ഡ്രോപ്പ്, ഡിപ്പ്, പിന്നെന്താണ്
went down. അപ്പോൾ ഇങ്ങനെയുള്ള സിനോണിംസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം എത്രയിലോട്ട് ഫെല്ലായി എന്നുള്ളത് നമുക്ക് പറയാം. 2300 മൈൽസ് ആൻഡ് 41 മൈൽസ് റെസ്പെക്റ്റീവ്ലി. ഈ 41 ആൻഡ് 2037 ഉദ്ദേശിച്ചതാണ് 1985ലെയും പിന്നെന്താണ് 2000ലെയും ആണ്. ഓക്കെ, യു ഷുഡ് ബി വെരി you should focus on such words. എന്താണ് റെസ്പെക്റ്റീവ്ലി എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, മറക്കരുത്. ബിക്കോസ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. സോ ഇത് ടോട്ടൽ ഒരു 191 വേർഡ്സ് ഉണ്ട്. ഓക്കെ, ഇച്ചിരി നമ്മൾ എലാബറേറ്റ് ചെയ്ത് തന്നുകൊണ്ടാണ്. യു ഷുഡ് ഓൾസോ ഫോക്കസ് ഓൺ വേർഡ് കൗണ്ട്. ഒത്തിരി എലാബറേറ്റ് ചെയ്ത് എഴുതാതെ വിത്തിൻ ദ ഗിവൻ ഇൻഫർമേഷൻ ആ ഒരു അത്രയും സെൻറ്റൻസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആയിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത വേർഡ്സ് വിച്ച് ഇൻക്രീസ്ഡ് എന്നുള്ള നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, വിച്ച് ഇൻക്രീസ്ഡ് പറഞ്ഞു, ദിസ് നമ്പർ ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞു, പിന്നെന്താണ് വിത്ത് ആൻ ഇൻക്രീസ് പറഞ്ഞു, കമ്പയർഡ് ടു പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്റ്റീവ്സ് ആണ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്റ്റീവ്സ് ആണ്. പിന്നെയും പീപ്പിൾ ഇൻ ഇംഗ്ലണ്ട് ട്രാവൽഡ് ആൻ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് 6475 മൈൽസ് ഇൻ 2000 പിന്നെയും എഴുതാതെ വിച്ച് ഇൻക്രീസ്ഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നേരത്തെ എഴുതിയത്. ഇനി ഈ നമ്പർ ഇൻക്രീസ് ചെയ്തു എന്ന് നമ്മൾ പറയുമ്പം ദിസ് നമ്പർ ഹാഡ് ഇൻക്രീസ്ഡ് എന്ന് വേണമെങ്കിൽ, വിച്ച് ഇൻക്രീസിന് പകരം ഈ നമ്പർ, അതായത് ഏതാണ് 4740 മൈൽസ് എന്നുള്ള നമ്പർ എന്തായി, ഇൻക്രീസായി 6407. അപ്പം വിച്ച് ഇൻക്രീസ്ഡ് എന്ന് യൂസ് ചെയ്യാം, ദിസ് നമ്പർ ഇൻക്രീസ്ഡ് എന്നും യൂസ് ചെയ്യാം. യു ക്യാൻ നോട്ട് ദീസ് വേർഡ്സ്, അല്ലെങ്കിൽ ഈ കണക്റ്റീവ്സ് ഒക്കെ നോട്ട് ചെയ്ത് നിങ്ങളുടെ റൈറ്റിംഗിൽ ഇച്ചുകൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പം വിച്ച് ഇൻക്രീസ്ഡ് എന്ന് പറയാം, പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വേർഡ്സ് യൂസ് ചെയ്യാതെ. അതുപോലെ തന്നെ ദിസ് നമ്പർ ഹാഡ് ഇൻക്രീസ്ഡ് എന്നും പറയാം. ഓക്കെ, നമ്മൾ വിത്ത് ആൻ ഇൻക്രീസ്, ഇനി വേണമെങ്കിൽ നമ്മൾ വിച്ച് ഇൻക്രീസിന് വരും വിത്ത് ആൻ ഇൻക്രീസ് ഓഫ്, അല്ലെങ്കിൽ വിത്ത് ആൻ ആവറേജ് ഓഫ് 3199 മൈൽസ് പെർ പേഴ്സൺ ഇൻ 1985 ആൻഡ് 4000. കണ്ടോ, അപ്പോൾ നമ്മൾ ഓവറോളായിട്ട് ജനറലായിട്ട് എന്താണ് നമ്മുടെ ടോപ്പിക്ക്, എന്നിട്ട് എന്തായി ആ ക്വാണ്ടിറ്റി നമ്മൾ മെൻഷൻ ചെയ്യാൻ വിത്ത് ആൻ ഇൻക്രീസ് ഓഫ് അല്ലെങ്കിൽ വിത്ത് ആൻ ആവറേജ് ഓഫ് എന്ന് പറഞ്ഞ് എഴുതിക്കാണ്. യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. എന്താണ്, കാർ ട്രാവൽ വാസ് ബൈ ഫാർ ദ മോസ്റ്റ് common means of transport in both years with an average of 3199 miles per person in 1985 and 4806 miles in 2000. ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെ കമ്പയർഡ് ടു നമ്മൾ യൂസ് ചെയ്തു. എന്താണ്, കമ്പയർഡ് ടു 4229 miles in 85 എന്ന്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. First sentence, travel by local bus showed a substantial decrease, with an average distance of only 274 miles in 2000 compared to 429 miles in 1985. നമ്മളവിടെ കമ്പയർഡ് ടു യൂസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതെന്താണ്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസും അതുപോലെ തന്നെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സും വെച്ചിട്ടാണ് നമ്മളൊരു ടേബിളിനെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏതൊക്കെ വേർഡ്സ് കണക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്, യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്, വിച്ച് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ദിസ് നമ്പർ ഇൻക്രീസ്, വിത്ത് ആൻ ഇൻക്രീസ് അല്ലെങ്കിൽ കമ്പയർഡ് ടു. ഇത്ര വേർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇൻ ദ സെഷൻ വി ഹാവ് ഡിസ്കസ് ദീസ് തിങ്സ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. താങ്ക് യു.